ഹലോ സുഹൃത്തുക്കളെ, ഇന്നും രാവിലെ തന്നെ ഞാൻ ഉറക്കമെണീച്ച് ഒരു കാപ്പി കുടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ കുടുംബ സ്ഥലത്തു നിന്നും ഒരു ഫോൺ കോള്. നമ്മുടെ കുളം വറ്റിക്കാണ്, വെള്ളമെല്ലാം ചീത്തയായി, അതുകൊണ്ട് ചേട്ടൻ ഇതുവരെ വരണം, നമുക്കെല്ലാവർക്കും കൂടെ അത് വൃത്തിയാക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും ഒട്ടും താമസിക്കാതെ തന്നെ രാവിലെ തന്നെ പല്ലൊക്കെ തേച്ച് നല്ല ഫ്രഷായി നേരെ നമ്മുടെ കുളത്തിൻ്റെ അരികിലേക്ക് ചെന്ന്. അപ്പോൾ മോട്ടർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വെള്ളം വറ്റിക്കലെല്ലാം പെട്ടെന്ന് തന്നെ അതിശീഘ്രം തന്നെ നടന്ന്. പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ഫ്രണ്ട്സുകളുണ്ട്, അതൊക്കെയാണ് ഈ കിടന്ന് വർക്കുകൾ ചെയ്യുന്നത്. അവരൊക്കെ നല്ല സ്ട്രോങ് ആയിരുന്നു. വെള്ളം വറ്റിക്കാനും ചെളി കോരാനും അതിനും ഇതിനും എല്ലാത്തിനും ഇവർ ഓടി നിന്ന്, അതെല്ലാം ഇവർക്കൊരു നല്ല ടൈംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർ നിൽക്കുന്ന കാര്യം തന്നെ, ഇതിനകത്ത് കുറച്ച് മീനൊക്കെ ഉണ്ട്. ആ മീനുകൾ എങ്ങനെയെങ്കിലും പിടിക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടിയാണ് ഇവരുടെ നോട്ടം. എന്തൊക്കെയായാലും കുളം നല്ലതുപോലെ നമ്മൾ വറ്റിച്ച് അതിലെ ചെളികളെല്ലാം കോരിക്കളഞ്ഞ് ഭംഗിയായി. ഈ നാട്ടിലുള്ള എല്ലാ പേരും ഈ കുളത്തിൽ തന്നെയാണ് കുളിക്കുന്നതും തുണി അലക്കുന്നതും. അത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ കുഞ്ഞു പിള്ളേരാവട്ടെ എല്ലാവരും ഈ കുളം തന്നെയാണ് ഇവർക്കൊരു ആശ്രയം. ഇതിൽ നല്ല തെളിവുള്ള വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഈ ദേശത്തുള്ള എല്ലാ വ്യക്തികളും ഇവിടെയാണ് വന്ന് കുളിക്കാറ്. അപ്പോൾ ഇത്രയും നല്ലൊരു മനോഹരമായ കുളം നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ കുളത്തിൽ ഒരു കുഞ്ഞ് കിണർ കൂടിയുണ്ട്. പണ്ട് കാലത്ത് ഈ ദേശത്ത് മൊത്തം വെള്ളം പറ്റിയപ്പോൾ ഈ കുളത്തിനകത്ത് കുഴിച്ച ഒരു കൊച്ചു കിണറാണ്. ആ കിണർ ഇപ്പോൾ മണ്ണൊക്കെ വീണ് അത് നികന്നുപോയി. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കുളത്തിന് അകത്ത് കാണുന്നത്. പക്ഷെ നല്ലപോലെ മണൽ കൊണ്ട് മൂടിയത് കൊണ്ട് ചെളിയൊന്നും അധികം അതിനകത്തില്ല. അതുകൊണ്ട് ആരിറങ്ങിയാലും അങ്ങനെ ചെളിയിൽ കാലകപ്പെടുകയൊന്നുമില്ല. നല്ല ഉറപ്പുള്ള മണൽ നിറച്ചിട്ടൊക്കെയാണ് അതിനകത്ത്. അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഓക്കെ.